മൊത്തം 715. നമുക്ക് അരി ഒഴിവാക്കിയാലോ പപ്പ? പിന്നെന്താ കഴിക്കുക? അതെ, പരിപ്പ് ഒഴിവാക്കി എത്ര വരും? 516. അപ്പാപ്പന്റെ 60ാം പിറന്നാളിന് ഒരു കേക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? പക്ഷേ എങ്ങനെ നോക്കിയാലും തികയണില്ലോ സാന്ദ്ര മോളെ. അതെ, കുറെ നേരമായാലോ. ക്ഷമിക്കണേനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പന് മോളെ മാറി നിന്ന് ചർച്ച ചെയ്തേ. അപ്പാപ്പന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. തൽക്കാലം കേക്ക് ഒഴിവാക്കാം. പകരം മോള് പാച്ചോറ് ഉണ്ടാക്കിയാൽ മതി. കേക്ക് ഒഴിവാക്കിക്കോ. പപ്പ, അപ്പാപ്പന്റെ ഷഷ്ടി പൂർത്തിയായിട്ട് ഒരു ആഘോഷവും ഇല്ല. പോട്ടെ, ഒരു കേക്ക് പോലില്ലെങ്കിൽ അപ്പാപ്പൻ എന്ത് വിചാരിക്കും? അപ്പാപ്പനറിയാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. തൽക്കാലം സാന്ദ്രമോള് പാച്ചോറ് ഉണ്ടാക്കിയാൽ മതി. കഴിഞ്ഞ വർഷം വരെ എന്റെ ബർത്ത്ഡേക്ക് അപ്പാപ്പൻ ഗിഫ്റ്റ് തരാറുണ്ടായിരുന്നതാ. അതിനുശേഷം ഉണ്ടായതൊക്കെ സാന്ദ്രമോള് മറന്നോ? അല്ലെങ്കിൽ തന്നെ ഈ വർഷം ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കണം. അമ്മക്കുട്ടി ഇല്ലാണ്ട് നമുക്ക് എന്ത് ആഘോഷമാണ്? ഓ സോറി സാന്ദ്രമോളെ, പപ്പ അറിയാതെ ഓർമ്മിപ്പിച്ചതാ. അത് അറിയാതെ ഓർമ്മിപ്പിച്ചതല്ലേ? സോറി ട്ടോ മോളെ. ഹലോ, ഞാൻ ഷോപ്പിലുണ്ടായിരുന്നു. പണം തികയാത്തതുകൊണ്ട് കേക്ക് വാങ്ങാത്തതും മോള് വിഷമിക്കുന്നതും കണ്ടു. ഇതാ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച കേക്ക്. അതൊന്നും വേണ്ട. നിങ്ങളെ എനിക്കറിയില്ലല്ലോ. പണത്തിന് കുറവുണ്ടെന്ന് കരുതി അപമാനിക്കരുത്. സോറി, ഞാൻ അവമാനിക്കാൻ ഉദ്ദേശിച്ചില്ല. എൻ്റെ പേര് പ്രേം. ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ഞാനും ഈ മോളുടെ പ്രായത്തിൽ ഇല്ലായ്മകൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സഹായം കൊണ്ടാ ഞാനിന്ന് ഈ നിലയിലെത്തിയത്. അന്നാ സഹായിച്ചവരൊക്കെ എനിക്ക് ദൈവമായിരുന്നു. അതുപോലെ ഇതും ദൈവം തരുന്നതായി കരുതിയാൽ മതി. ദൈവം? ആ ദൈവം തന്നെയാ എന്നെ ഈ നിലയിലാക്കിയത്. 6 മാസം മുമ്പ് വരെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു ഞാൻ. ഏക്കർ കണക്കിന് കൊക്കോയും കാപ്പിയും കൊട്ടാരം പോലത്തെ വീടും ഒറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാതായത്. അതുമാത്രമല്ല, കോടശ്ശേരി മലയിൽ ഉരുളുപൊട്ടിയപ്പം നഷ്ടമായത് എനിക്കെൻ്റെ ഭാര്യയും മോളുമാണ്. അന്നൊന്നും ഈ പറഞ്ഞ ദൈവത്തെ കണ്ടില്ല. ചേട്ടനുണ്ടായ നഷ്ടം സഹിക്കാൻ പറ്റാത്ത, പക്ഷെ ഉരുൾപൊട്ടലും മറ്റുമുണ്ടായത് നമ്മുടെയൊക്കെ ചില തെറ്റായ ശീലങ്ങൾ കൊണ്ടല്ലേ? പൊന്നു വിളഞ്ഞ മണ്ണ് ചേട്ടന് തന്ന ദൈവമാണെങ്കിൽ ചേട്ടന് ദൈവം ഇനിയും വാരിക്കോരി തരും. പപ്പ പ്ലീസ്. മോളെ ഓർത്തെങ്കിലും ചേട്ടൻ ഇത് വാങ്ങണം. ശരി, പക്ഷേ ഞാൻ ഈ കടം ഈ മാസം തന്നെ വീട്ടിയിരിക്കും. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലല്ലേ സാറ് പഠിപ്പിക്കുന്നത്? ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാനും കഷ്ടപ്പെട്ട വളർന്നത്. ചേട്ടൻ ഈ കടം വീട്ടുന്നതിന് പകരം ആകുന്ന സമയത്ത് ഇതുപോലെ സഹായിച്ചാൽ മതി. ഇതാ, പിന്നെ അങ്ങനെ സഹായിക്കുന്ന സമയത്ത് ദാ ഈ കാർഡ് കൂടി കൊടുത്താൽ മതി, കടം വീടും. എന്താ ഇത്? ഇതുപോലെ ഞങ്ങളെ സഹായിച്ച ഞങ്ങള് തന്ന കാർഡാണിത്. എന്നിട്ട് പറഞ്ഞു, ഈ കടം വീട്ടുന്നത് മറ്റുള്ളവരെ സഹായിച്ച് ഈ കാർഡ് കൊടുത്തിട്ട് വേണമെന്ന്. സാന്ദ്രമോളെ, അപ്പാപ്പന് ഇച്ചിരി കുടിക്കാനെടുത്തേ. ഹാപ്പി ബർത്ത്ഡേ അപ്പാപ്പ, ഹാപ്പി ബർത്ത്ഡേ അപ്പാപ്പ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അപ്പാപ്പ. സാന്ദ്രമാക്ക് ഒരേ വാശി, അപ്പൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്ന്. പഴയ അന്തസ്സില്ലെങ്കിലും ചെറിയ തോതിലാവട്ടെ എന്ന് ഞാനും കരുതി. എന്നാലും വേണ്ടായിരുന്നു. സാന്ദ്രമോളുടെ അമ്മയും അമ്മുകുട്ടിയില്ലാണ്ട് ഒരു പിറന്നാളാഘോഷം എങ്ങനെയാ? എന്നും ഇങ്ങനെ വിഷമിച്ചിരുന്ന നമ്മുടെ സാന്ദ്രമോളുടെ ജീവിതം എന്താവും? അത് ശരിയാ. എന്നാലും ഇത്ര വിലപിടിപ്പുള്ള കേക്ക്, അതും ഈ പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത്. അപ്പാപ്പ, അത് പിന്നെ ഒരു അങ്കിള് വാങ്ങിച്ചാ എന്താ? ഛേ, സൗജന്യം വേണ്ടായിരുന്നു. നമ്മുടെ മാനം ഈ 60-ാം വയസ്സിൽ കളയേണ്ടിയിരുന്നില്ല. അത് പിന്നപ്പാ,
ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാ വേണ്ടാന്ന്. അപ്പാപ്പ ഞങ്ങള് ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങാൻ നോക്കി. അപ്പോ എന്നിട്ട് ആ കാർഡ് എവിടെ? ഇതാ. അപ്പാപ്പൻ എന്തിനാ കരയുന്നേ? നമുക്കിത് ദൈവം തന്ന കടായിട്ട് കരുതിയാ മതി. ആ അങ്കിള് പറഞ്ഞ പോലെ നമുക്കും ഇതുപോലെ കടം വീട്ടാം. മോളെ, ഈ കേക്ക് ഒരു കടം വീട്ടില്ല. ഈ കാർഡ് ഞാൻ കൊടുത്തതാ. അപ്പൻ എന്താ ഈ പറയുന്നേ? ഞാനന്ന് സഹായിച്ചത് ദൈവത്തിനെ ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പായി. കാരണം ആ ദൈവമാ എന്നെ 60-ാം വയസ്സിൽ ഓർത്തത്.